ഇനിയിപ്പോൾ കണ്ണൂരിലേക്ക് പോവുകയാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള ഒരു 36 അംഗ സംഘം അവിടെ എത്തിയിട്ടുണ്ട് GK. പക്ഷേ അവർ സുരക്ഷിതരാണ് എന്നാണ് പറയുന്നത്. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നു. അജീഷ്, ഈ 36 പേർ സുരക്ഷിതരാണ് എന്നറിയുന്നത് വളരെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. നിലവിൽ ഇപ്പോൾ ഈ സംഘം എവിടെയാണ്, ഏത് മേഖലയിലാണ് ഉള്ളത്? ഈ സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും അവർ സംസാരിക്കുന്നുണ്ടോ? ഈ ട്രാവൽ ഏജൻസി എന്ത് വിവരങ്ങളാണ് നമുക്ക് കൈമാറുന്നത്? അമൃത, ഈ 36 പേരടങ്ങുന്ന സംഘം 23-ാം തീയതിയാണ് നേപ്പാളിലേക്ക് പോയത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമാനം വഴി ഗോരഖ്പൂരിലെത്തി അവിടുന്ന് ട്രാവലർ മുഖേനയാണ് നേപ്പാളിലേക്ക് പോയത്. ആദ്യം കാഠ്മണ്ഡുവിലേക്കും അവിടെ നിന്ന് പൊഖാറയിലേക്കും പോകാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. കാഠ്മണ്ഡു അവർ സന്ദർശിച്ചതിന് ശേഷം പൊഖാറയിലേക്കുള്ള യാത്രാ മധ്യയാണ് അവർ കുടുങ്ങിയത്. ഇന്നലെ രാവിലെ 9 മണിയോടെ അവർ കുടുങ്ങുകയായിരുന്നു. പിന്നീട് വൈകിട്ട് 3 മണിവരെ ആ വാഹന ബ്ലോക്കിൽ അവർ പെട്ടുകിടക്കുകയായിരുന്നു. അതിനുശേഷം അവർ കുടുംബാംഗങ്ങളുമായൊക്കെ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ പിന്നീട് വൈകിട്ട് അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ അവർ ഒരുപാട് വൈകി. കാരണം റോഡുകൾ മൊത്തം ബ്ലോക്കായി, പല സ്ഥലങ്ങളിലും റോഡുകൾ ഒലിച്ചു പോകുന്ന സാഹചര്യമുണ്ട്. പിന്നീട് പല വഴികൾ സഞ്ചരിച്ചാണ് അവർ ഇന്നലെ തന്നെ രാത്രിയോടെ തന്നെ സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് എത്തിയത്. അതിനുശേഷം അവർ എത്താൻ തീരുമാനിച്ചിരുന്ന പൊഖാറയിലേക്ക് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കണ്ണൂരിൽ നിന്നുള്ള 2 പേരുണ്ട്, കൂടാതെ കാഞ്ഞങ്ങാട്, കോട്ടയം ജില്ലകളിൽ നിന്നുള്ളവരുണ്ട്. 36 പേരടങ്ങുന്ന സംഘമാണ്. അതിൽ സ്ത്രീകളും കുട്ടികളടക്കമുള്ളവർ ഈ സംഘത്തിലുണ്ട്. അവരിപ്പോൾ സുരക്ഷിതമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ് അവരിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന വിവരം. അവർക്ക് നമ്മളോട് വാട്സപ്പിൽ അവർ സംസാരിച്ചിരുന്നു. മറ്റേ ഫോൺ കോളുകൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ചിലയിടങ്ങളിൽ ഇന്റർനെറ്റ് കിട്ടുന്നുണ്ട്, അങ്ങനെയാണ് അവർ ബന്ധപ്പെടുന്നുണ്ട്. എന്തായാലും അവരെല്ലാം സുരക്ഷിതമായി തന്നെ ഉണ്ട്. 29-ാം തീയതി അവർ കേരളത്തിലേക്ക് മടങ്ങി എത്താനുള്ള ടിക്കറ്റ് എടുത്തിരുന്നു. അതിന് മുമ്പേ നാട്ടിലേക്ക് മടങ്ങാനുള്ള ടിക്കറ്റ് എടുക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും ലഭ്യമായിട്ടില്ല ഇതുവരെയും. എന്തായാലും അത് കിട്ടിയില്ലെങ്കിൽ 29-ാം തീയതി തന്നെ അവർ മടങ്ങിയെത്തും. എല്ലാവരും 29-ാം തീയതിയാണ് മടങ്ങി എത്തേണ്ടത് ഈ 36 പേരടങ്ങുന്ന മലയാളികളുടെ സംഘം. അവർ നിലവിൽ ഇപ്പോൾ സുരക്ഷിതരാണ്. പക്ഷേ നമ്മുടെ ആശങ്ക കൂട്ടുന്നത് മറ്റൊരു 53 പേരായ മലയാളികളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഇനിയും നമുക്ക് ലഭ്യമായിട്ടില്ല എന്നാണ്. നോർക്ക CEO രാജേഷ് മാധവൻ പറയുന്നത്. 53 പേർ, അവരെ കുറിച്ചിട്ടുള്ള അവരുടെ ഫോൺ വിവരങ്ങളൊക്കെ ഉണ്ട്, ഫോൺ കോൺടാക്ട് നമ്പേഴ്സ് ഉണ്ട്, പക്ഷേ അവരെ കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല. അതിൽ കുട്ടികളും പ്രായമായവരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സംഘമാണ്. നേപ്പാളിലെ സ്ഥിതിഗതികളെ കുറിച്ച് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, 500 പേരെ കാണാതായിട്ടുണ്ടെന്നാണ് ഔദ്യോഗികമായ കണക്ക്. പക്ഷേ അത് 1000-ന് വരാമെന്ന് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നു. 100-ലേറെ പേരുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. 100-ലേറെ ഇന്ത്യക്കാരെ കുറിച്ച് വിവരങ്ങളില്ല എന്ന് നമ്മൾ ആശങ്കപ്പെടുന്നതാണ്. അതിൽ ഉൾപ്പെടുന്നതായിരിക്കണം 53 മലയാളികൾ. അവരെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നോർക്ക തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ഒരു മിന്നൽ പ്രളയത്തിന്റെ സാധ്യത കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സൈനിക സഹായം ഇന്ത്യ വാഗ്ദാനം ചെയ്യുകയാണ്. അവിടെ തിരച്ചിൽ ഊർജിതമായി നടക്കുന്നുണ്ട്. ഗ്രാമങ്ങൾ ഒലിച്ചു പോവുകയും ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ രക്ഷാകരം നീട്ടിയിട്ടുണ്ട് രാജ്യം എന്നത് ആശ്വാസം നൽകുന്നതാണ്. അവിടെ വെള്ളക്കെട്ടുണ്ടാവുക സ്വാഭാവികമായി ഇന്ത്യയെ ബാധിക്കാൻ സാധ്യതയുള്ള ബീഹാറിലും ഉത്തർപ്രദേശിലുമൊക്കെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.